അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആസിഫ് സാറിൻ്റെ ഫോൺ കോൾ വന്നതിൽ പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും ആകപ്പാടെ ഒരു ടെൻഷൻ. അല്ലാ ഇക്ക, എനിക്ക് സമാധാനമില്ലല്ലോ. നീ ഒന്നും മിണ്ടാതിരിക്കേ, നീ കൂടെ എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കല്ലേ. കാരണം നമ്മുടെ മോളെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ്. എന്നാൽ ഒരാൾ മനസ്സറിഞ്ഞുകൊണ്ട് അവളെ സ്വീകരിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ഭാഗ്യമില്ല. സാധാരണ ഇതുപോലുള്ള തെറ്റുകളൊക്കെ ചെയ്ത് മക്കൾ വീട്ടിലിരിക്കൽ തന്നെ ആയിരിക്കും. പിന്നെ ഒരാൾ അവരെ ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. കാരണം അവർക്കും ഭയം ഉണ്ടാവും, എന്നെയും അവൾ ചതിക്കുമോ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ എന്തായാലും ഷമീർ മുന്നോട്ട് വന്നത് പഠിച്ചോനെ നീ ഹയറാക്കിക്കൊണ്ടാ. ഇക്ക, എനിക്കാകെ ബേജാറാകണേ. ഇനിയൊരു പക്ഷേ ആരെങ്കിലൊക്കെ പറഞ്ഞു കൊടുത്തോ അങ്ങനെയും തെറ്റ് ചെയ്ത് നടന്ന, അതുമല്ല ഒരു കുഞ്ഞുള്ള പെണ്ണിന് തീരെ കല്യാണം കഴിക്കാത്ത ഒരു ചെക്കൻ വിവാഹം കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോൾ എനിക്ക് ആകപ്പാട് ബേജാറാണിക്ക. നിങ്ങൾ വിഷമിക്കില്ലേ? ഇല്ല, അതൊന്നും ഉണ്ടാവില്ല. നീ ഓരോന്ന് ആലോചിച്ച് ടെൻഷനാവില്ല ഇക്ക. എന്താ ഞാൻ ചെയ്യാൻ എനിക്കറിയുന്നില്ല. എന്നാൽ ഈ സമയം അതാ ഷമീർ അന്ന് പള്ളിയിലേക്ക് പോയപ്പോൾ അവൻ്റെ കൂട്ടുകാർ, അല്ല ഷമീറെ, ഇപ്പോൾ എന്താ മറ്റേത് പള്ളിയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ബാങ്ക് കൊടുത്തിരുന്നു, ഇപ്പം എന്താ കുറച്ച് ബിസി ആയിപ്പോയില്ലേ? അതെ, ഞാൻ ഒരു പുതിയ ജോലിക്ക് ജോയിൻ ആയിട്ടുണ്ട്. മാഷാ അല്ലാ, സത്യമായിട്ടും? ആ അതെ, അതിനു വേണ്ടി ഇനി പോകണം. പിന്നെ ഇൻഷാ അല്ലാ എങ്കിലും ലീവ് കിട്ടുമ്പോഴൊക്കെ ഞാൻ പള്ളിയിലേക്ക് വരും, ബാങ്ക് കൊടുക്കും, ഇമാമത്ത് നിൽക്കും, അതെല്ലാം ഞാൻ ചെയ്യും. അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. എടാ ഷമീറെ, നീ ഇവിടെ വിട്ടുന്ന അങ്ങോട്ടും പോവല്ലോ, ഇവിടെ തന്നെ നിൽക്കിട്ടോ. ഇൻഷാ അല്ലാ ഇവിടെയൊക്കെ തന്നെ ഞാൻ നിൽക്കുള്ളൂ. എന്നാൽ അതിനിടയ്ക്ക് ഒരു വിവാഹത്തിൻ്റെ കാര്യം എങ്ങനെയോ അറിഞ്ഞിട്ട് ചോദിക്കുന്നു, അല്ല ഷമീറെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അല്ല നിൻ്റെ കല്യാണക്കാരെന്തെങ്കിലും നോക്കുന്നുണ്ടോ? ആ ഇൻഷാ അല്ലാ നോക്കണമെന്നുണ്ട്. അല്ല, വേറൊരു കാര്യം കൂടി ഞാൻ കേട്ടു, ഒരു കുട്ടിയുള്ള പെണ്ണിനാണ് നീ വിവാഹം കഴിക്കണമെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. എന്താടാ, പ്രേമത്ത് പെട്ടോ? നിന്റെ തലയിലായതാണോ? എന്താ പിടിച്ചോ എന്നുള്ള രീതിയിൽ അവനോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ ശരിക്കും അവൻ്റെ മുഖം വല്ലാതെ അങ്ങ് ചുവന്നു. അതെ ഷമീർ, അത് നിങ്ങളല്ല. ഒരു പെണ്ണിനെ സംരക്ഷിക്കാം, അത് എത്ര കുഞ്ഞുങ്ങളുള്ളതാണെങ്കിലും. അതിന് ഷമീറിന് ഒരാളുടെയും സമ്മതത്തിൻ്റെ ആവശ്യമില്ല. അത് സമീർ അങ്ങ് ഭംഗിയായി നിറവേറ്റും. ശരിക്കും അവൻ്റെ ആ ഒരു പ്രൗഢഗംഭീരമായ വാക്കുകൾ കേട്ടപ്പോൾ അവർ ഒന്ന് ഞെട്ടി. ഓ, ഇവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാലിപ്പോൾ ഇത്രയും സുന്ദരനായ ചെറുപ്പക്കാരനൊരു യുവാവ് ഒരു പെണ്ണിനെ കെട്ടുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു കുഞ്ഞുള്ള പെണ്ണിനെ, അവനേക്കാളും പ്രായം കൂടുതലായിരിക്കും ഒരു പക്ഷെ, എന്താവോ. എന്നാൽ ആ നിമിഷം തന്നെ അവൻ തിരിച്ചടിക്കുകയായിരുന്നു. അത് നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹിതരായ സമയം 25 വയസ്സ്. ഭാര്യയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹക്ക് എത്രയാണ്? 40 വയസ്സ്. എത്ര വയസ്സിന് ഡിഫറൻസാ? ഒരു ഉമ്മയും മകനും എന്നുള്ള ഡിഫറൻസ്. എന്നിട്ടെന്താ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വല്ല കുഴപ്പമുണ്ടായോ? അല്ലട, ഞങ്ങൾ പറഞ്ഞെന്ന് മാത്രം. ഇപ്പോഴത്തെ കാലത്തൊക്കെ നോ പ്രോബ്ലം. എനിക്ക് അതിൽ അള്ളാഹു എനിക്ക് അതാണ് വിധിച്ചതെങ്കിൽ ഞാനതിൽ സന്തോഷിക്കും ഇൻഷാ അല്ലാ. അങ്ങനെ അതാ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് ഷമീർ കഴിച്ചിലായി. എന്നാൽ ഷമീറിന് അവരതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ വരും. കാരണം ഒരാളുടെയും ചിലവിലല്ല ഞാൻ എൻ്റെ വിവാഹം നടക്കുന്നതും ഒന്നും. ആരും എന്നെ ഹെൽപ്പ് ചെയ്യുകയും വേണ്ട. അതൊക്കെ ഇൻഷാ അല്ലാ ഞാൻ തന്നെ അധ്വാനിച്ച ക്യാഷ് കൊണ്ട് എല്ലാം റെഡിയാക്കും, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും, അതൊക്കെയാണ്. പക്ഷെ കൂടുതലായിട്ട് വീണ്ടും വീണ്ടും കുത്തിച്ചുഴിഞ്ഞ് അന്വേഷിക്കുന്നത് അതവൻ അല്പം താല്പര്യമില്ലാത്തതുപോലെ തോന്നി. അവൻ പൊതുവെ ആ ഭാഗത്തേക്കൊന്നും കൂട്ടുകൂടലിനൊന്നും അവൻ വല്ലാതെ പോവില്ല. അവനവൻ്റെ ജോലി കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പോകും. അല്ലാതെ അതിന് പുറത്തായിട്ട് ഫ്രണ്ട്സുകൾ ഒരുമിച്ചിരുന്ന് രാത്രികാലങ്ങളിൽ അവിടെ അങ്ങാടികളിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല നമ്മുടെ ഷമീർ. കൂട്ടുകാർ ഓരോന്ന് പറഞ്ഞ് ആ ഒരു വിവാഹം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അവർക്കിടയിൽ നല്ലൊരു ഉപദേശമാണ് നൽകിയത്. നമ്മൾ സംരക്ഷിക്കണം ആരെങ്കിലൊക്കെ ഇതുപോലെ ഉള്ള സ്ത്രീകൾ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവർ ഏറ്റെടുത്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് പ്രതിഫലം ഉണ്ടാകും. എന്നാൽ കൂട്ടുകാർ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഓ പിന്നെ തള്ളാളൊക്കെ ഏറ്റെടുക്കണം എന്നിപ്പോൾ എന്ത് നിർബന്ധം? അങ്ങനെയല്ല, സംരക്ഷിക്കണമെന്ന് ആ ഒരു ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് മനസ്സിൽ സംതൃപ്തി തോന്നും. പക്ഷെ അവൻ കൂടുതലായിട്ട് അവരുടെ ഇടയിലൊന്നും നിൽക്കാറില്ല. കാരണം നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും ഏഷണിയും പരദൂഷണവും. അങ്ങാടിയല്ലേ, ഇബ്ലീസിൻ്റെ വീടാണ് അങ്ങാടി.
അതുകൊണ്ട് തന്നെ പല സംസാരങ്ങളും അവിടെ വരും. എന്നാൽ ഈ സമയം അതാ സീനത്തിൻ്റെ വീട്ടിൽ ഉപ്പ പുറത്ത് സിറ്റൗട്ടിൽ ഇരിക്കുകയായിരുന്നു. തറാവിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് ആസിഫ് സാറെ കാത്തിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാ. ഇരിക്ക് സാറേ. എൻ്റെ പൊന്നുപ്പ, നിങ്ങൾ സാറേന്ന് വിളിക്കരുത്. ഞാൻ സ്നേഹത്തോട് നിങ്ങൾ ഉപ്പാന്ന് വിളിക്കും. നിങ്ങൾ എൻ്റെ പേര് വിളിച്ചാൽ തന്നെ മതി, ആസിഫ് എന്ന് വിളിച്ചാൽ മതി. എനിക്ക് പിതാവില്ലാത്ത സ്ഥിതിക്ക് ഒരു പിതാവിൻ്റെ സ്നേഹം കിട്ടാൻ ഞാൻ കൊതിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും എന്നെ സാറെന്ന് വിളിക്കരുത്. അതെനിക്ക് കേട്ട് മടുത്തതാണ്. സ്റ്റേഷനിൽ ചെന്നാൽ എല്ലാവരും സാർ സാർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയായിരിക്കും. സത്യം പറയാലോ, എനിക്ക് സാറെന്ന് വിളിയോട് വലിയ താല്പര്യമൊന്നുമില്ല. ആ പിന്നെ ഇനി ഇൻഷാ അല്ലാ എന്തൊക്കെ തന്നെയാലും ഉപ്പാൻ്റെ മരുമകനാണല്ലോ SI സാറായി വരുന്നത്. ശരിക്കും ആ ഉപ്പ കാര്യത്തിൽ ആണോ മോനെ? അതെ, അവനതിന് സ്കിന്നുള്ളതാണ്, സ്കില്ല്. അതെ, അവനതിനുള്ള പക്വതയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. എങ്ങനെ എന്തൊക്കെ മാനേജ് ചെയ്യണമെന്ന് അവനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ കണ്ടറിഞ്ഞ് എൻ്റെ പോസ്റ്റ് അവനക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്താണ്. PSC എഴുതിയിട്ടുണ്ട്. വൈകാതെ ഇൻഷാ അല്ലാ റിസൾട്ടും വരും. പക്ഷേ താൽക്കാലികമാണെങ്കിൽ കൂടിയിട്ട് അവൻ അവൻ്റെ കാര്യങ്ങൾ വളരെയധികം വ്യക്തമായും കൃത്യമായും ചെയ്യുമെന്നെനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. പിന്നെ ആളൊരു ദീനിയായ ആളാണ്. അതായത് നമ്മുടെ ഷെഫി ഉസ്താദ് എങ്ങനെയായിരുന്നു അതൊക്കെ പോലെ തന്നെ. എന്തൊക്കെ തന്നെയായാലും അതാണ് ഞാൻ കൊതിക്കുന്നത് എൻ്റെ പൊന്നുമോൾക്ക്. പക്ഷേ എൻ്റെ പൊന്നുമോൾക്ക് ഇങ്ങനൊരവസ്ഥ വന്നതുകൊണ്ട്, അതായത് അവളുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ട് തന്നെ ഒരു കുഞ്ഞുമുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ഭയമുണ്ടായിരുന്നു. ഓളുടെ ഉമ്മ പേടിച്ച് കരഞ്ഞിരിക്കായിരുന്നു. സാറേ നിങ്ങൾ വിളിച്ചപ്പോൾ എൻ്റെ പൊന്നുപ്പ സാറേ എന്ന് പറയില്ല നിങ്ങളെ. ആ മോനെ, ആസിഫ് മോനെ, അവൾക്ക് ഭയമായിരുന്നു. പഠിച്ചോനെ കുഞ്ഞുണ്ടായത് കൊണ്ട് നമ്മളെ കുഞ്ഞിനെ ഇനി ഏറ്റെടുക്കൂലേ എന്നുള്ള രീതിയിൽ. ഒരു പേടിയും പേടിക്കണ്ട. മാഷാ അല്ലാ അൽഹംദുലില്ലാ. ആ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്വർഗമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഉമ്മയും അങ്ങനെ തന്നെയാണ്, ആ മകനും. പക്ഷേ മകന് കൂടുതലായിട്ട് കുതിരകളി തമാശ അങ്ങനെയില്ല. കുറച്ച് സ്ട്രിക്റ്റ് ഉണ്ട്, എന്നാലോ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. കൂടുതലായിട്ട് ഓപ്പണായി ഓരോന്ന് പറഞ്ഞ് വെറുതെ ചിരിക്കുന്ന സ്വഭാവമൊന്നും ഇല്ല. പക്ഷേ എങ്കിലും ആവശ്യത്തിനുണ്ട്. അങ്ങനെ കുറച്ചൊരു അത് നല്ലതാണ്, അതാണ് നല്ലത്. എന്നാൽ ഉപ്പ പറഞ്ഞു മോനെ കുറച്ച് സ്ട്രിക്റ്റ് ആയിക്കോട്ടെ. ഷെഫി ഉസ്താദ് അല്പം പാവമായത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ആ ഒരു ഗതി വന്നത്. പാവം, ഒന്നും പ്രതികരിക്കില്ല. കാരണം പറയും ആവശ്യത്തിന്. പക്ഷേ ദേഷ്യം പിടിച്ചെന്ന് ഒരാളോട് ഇതുവരെ പറയാത്തൊരു സാധു മനുഷ്യനാണ്. എന്തൊക്കെ തന്നെയാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അപ്പോഴേക്കും ഇതൊന്ന് റെഡിയായതും ഷെഫി ഉസ്താദിൻ്റെ സമ്മതം കൊണ്ട് അങ്ങനെ ആയതൊക്കെ അൽഹംദുലില്ലാ പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം. അതേ ഉപ്പ, ശരിയാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം തന്നെ പറയാം. കാരണം ഷമീർ എന്ന യുവാവിനെ കിട്ടുന്നത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ ഷമീർ അവൻ പണിയെടുത്ത് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് നല്ലോണം. അവന് വേണമെങ്കിൽ വലിയ ബംഗ്ലാവൊക്കെ പണിയാം. പക്ഷേ അവൻ പറയും എന്തിനാണതൊക്കെ വെറുതെ. ആ സമയം എന്തെങ്കിലും സ്വതക്ക് നൽകിയാൽ നമുക്ക് നാളത്തേക്കൊരു മുതൽക്കൂട്ടാവില്ലേ എന്നാണ് അവന് പറയാറുള്ളത്. ശരിക്കും ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടോ. അത്രക്കും അങ്ങനെ രീതിയിലുള്ള സംസാരമാണ്. പിന്നെ ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, വിവാഹം പെട്ടെന്ന് വേണം, നിക്കാഹ് പെട്ടെന്ന് നടത്തണമെന്ന് എനിക്ക് കോള് വന്നിരുന്നു. അതായത് ഓൻ്റെ ഉമ്മ തന്നെയാണ് വിളിച്ചത്. മോനെ, SI മോനെ, ഉമ്മ എന്നെ അങ്ങനെയൊന്നും വിളിക്കില്ലേ. എന്തായാലും മോനെ അധികം വൈകിപ്പിക്കണ്ട, പെട്ടെന്ന് നിക്കാണ്ട് കഴിച്ചാൽ സമാധാനമായല്ലോ. അതായിരുന്നു ആ ഉമ്മ പറഞ്ഞത്. എന്നാൽ അത് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല എന്താ, എങ്ങനെയാണ് അതിൻ്റെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ? പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. എന്നോട് ആദ്യമേ പറഞ്ഞതാണ് അവന്, അതായത് നമ്മളെ ഷമീർ പറഞ്ഞത്, ഞാൻ കെട്ടുന്ന പെണ്ണിനെ ഹിജാബ് ധരിച്ചിട്ടില്ലാതെ ഞാൻ പുറത്തേക്ക് ഇറക്കില്ലാന്ന്. അതിന് ഓക്കെ ആണോ അല്ലോ എന്ന് അവളോട് ചോദിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതല്ല എങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് വേറെയും നോക്കാം. എന്നാൽ SI സാറിൻ്റെ കൈകളിൽ ആ പിതാവ് മുറുകെ പിടിച്ചു. മോനെ എൻ്റെ കുട്ടിക്ക് ഈ ഒരു ജീവിതമെങ്കിലും ഒന്ന്. ഉപ്പ നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. അതെ, അവളോട് നല്ല രീതിയിൽ ഷമീർ പറഞ്ഞ വാക്കുകൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ അവൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പൊന്നു പോലെയല്ല, തങ്കം പോലെ അവൻ നോക്കും. നല്ല ചെക്കനാണ്. സ്നേഹിച്ചാൽ അവൻ സ്നേഹം
സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, സ്നേഹം വാരിക്കൊരുത്തരും. പക്ഷെ അവനോട് ഇടഞ്ഞാലോ? ആ ഒരു കാര്യത്തിൽ കുറച്ച് ടെൻഷനുണ്ട്. അവന് ദേഷ്യം പിടിക്കില്ല, അങ്ങനെയെന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടൂല, അത്രക്ക് അങ്ങനെ ഒരു ഇതാണ്. പക്ഷേ അവൻ്റെ ഒരു സ്വഭാവം, സ്നേഹം അവന് കിട്ടണം. അതിനുവേണ്ടി അവൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞനുസരിച്ച് ജീവിച്ചാൽ അൽഹംദുലില്ലാ റാഹത്തായിരിക്കും. മോനെ, എൻ്റെ കുട്ടി അതൊക്കെ ഉപ്പ അത് എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ വെറുതെ കുട്ടികളിങ്ങനെ മുടിയും കാണിച്ച് നടക്കുന്ന കുട്ടികൾ നരകത്തിൽ ആക്കുമ്പോൾ നമ്മൾ കൂടി നരകത്തിലാവണം. ഒരിക്കൽ പോലും ഞാനിതിന് സമ്മതിക്കില്ല. ഒരു മുടി കണ്ടാൽ അത് എന്താണ് അതിൻ്റെ ശിക്ഷ അറിയില്ലേ? വല്ലാത്ത പരലോകത്ത് വല്ലാത്ത ശിക്ഷയാണ് മുടി കാണിച്ച് നടക്കുന്ന പെൺകുട്ടികൾക്കുള്ളത്. ഭയാനകമായ ശിക്ഷയാണല്ലോ. ഇതൊക്കെ ഷമീറാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് അത്ര ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഓരോ ക്ലാസ്സുകളും അവനെനിക്ക് തരും. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ സ്ത്രീയുടെ ഹിജാബ് അല്ലെങ്കിൽ മൂടുപടത്തെ സംബന്ധിച്ച ഉപദേശങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയപ്പെട്ടിട്ടുണ്ട്. ചില ഹദീസ് വിവരണങ്ങളിൽ സ്ത്രീകൾ ശീലവും ലജ്ജയും പാലിക്കാതെ ശരീരം അല്ലെങ്കിൽ മുടി തുറന്നു കാട്ടി നടക്കുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത്തരം ഒരു ഹദീസിൻ്റെ വിവരത്തിൽ മുഹമ്മദ് മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് എൻ്റെ ഉമ്മത്തിൽ 2 വിഭാഗം ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. അവർ പിന്നീട് ഉണ്ടാകും. അതിൽ ഒരു വിഭാഗം സ്ത്രീകളാണ്. വസ്ത്രം ധരിച്ചിട്ടും നെക്ടരായവരെ പോലെയാണ്. ആളുകളിലെ തെറ്റിലേക്ക് നയിക്കുന്നവരും അവരുടെ തല ഒട്ടകത്തിൻ്റെ കൂമ്പാരം പോലെ ഉയർത്തിക്കെട്ടിയവരുമായിരിക്കും. ഈ ഹദീസ് സഹീഹ് മുസ്ലിം പോലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്നു. ഇതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് സ്ത്രീകളിൽ ലജ്ജയും ശീലവും അത് നന്നായിട്ട് പാലിക്കണം. ശരീരം, മുടി എന്നിവ തുറന്നു കാട്ടി മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിപ്പിക്കാനുള്ള രീതിയിൽ നടക്കുന്നത് ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. അത് സമൂഹത്തിൻ്റെ ഫിത്ന അല്ലെങ്കിൽ പരീക്ഷണം, നൈതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതാണ് സൂചന. എന്നാൽ ഇസ്ലാമിൻ്റെ പ്രധാന ലക്ഷ്യം എന്താ? ഇസ്ലാം സ്ത്രീയെ അപമാനിക്കാനല്ല, മറിച്ച് ബഹുമാനവും സുരക്ഷയും നൽകാനാണ് ഹിജാബ് നിർദ്ദേശിക്കുന്നത് എന്ന് പല ഇസ്ലാമിക പണ്ഡിതന്മാരും വിശദീകരിക്കുന്നു. ഖുർആനിലും സ്ത്രീകൾക്ക് മൂടുപടം ധരിക്കുവാനും ലജ്ജ പാലിക്കുവാനും നിർദ്ദേശമുണ്ട്. ഉദാഹരണം സൂറത്തുൽ നൂറിൽ സ്ത്രീകൾക്ക് അവരുടെ അലങ്കാരം മറയ്ക്കാൻ ഞാൻ ഉപദേശം നൽകുകയാണ്. പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ഉപദേശങ്ങൾ മാന്യതയും ശീലവും സംരക്ഷിക്കാനാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ അപമാനിക്കുകയോ അല്ല ഇസ്ലാം ലക്ഷ്യം. അതല്ല ലക്ഷ്യമിടുന്നത്. ഓരോ മനുഷ്യനും അള്ളാഹുവിലേക്ക് അടുക്കുവാനും ജീവിതം മെച്ചപ്പെടുവാനും മാത്രമാണ്. ഇനിയും അവസരമുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ആർക്കും മടങ്ങാം അള്ളാഹുവിലേക്ക്. ശരിക്കും അവൻ്റെ ആ വാക്കുകളെല്ലാം കേട്ടപ്പോൾ ആ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. മോന് കുറേ പഠിച്ചിട്ടുണ്ടാവില്ലേ ഉപ്പ? എന്നേക്കാൾ പഠിച്ചത് നിങ്ങളുടെ മരുമകൻ സഫീർ ആയിരിക്കും. അപ്പോൾ ഉപ്പ, എനിക്ക് പറയാനുള്ള മറ്റൊന്നുമല്ല, നമുക്ക് ഇനി അധികം വൈകിക്കണ്ട, പെട്ടെന്ന് തന്നെ കാര്യങ്ങളങ്ങ് ശരിയാക്കാം. എന്നാൽ നമ്മുടെ ഷെഫി ഉസ്താദ് വിളിച്ച് പറഞ്ഞിരുന്നു, അതെ, അവരുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ എന്നുള്ളത്. അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് നമ്മുടെ ഷെഫി ഉസ്താദിനാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിക്കാഹിൻ്റെ ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്യണം. ഒന്നുകൂടെ ഷമീറിനോട് ചോദിച്ചിട്ട് ഉറപ്പിക്കട്ടെ എന്ന് ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അവരുടെ വീട്ടിൽ സന്തോഷത്തിൻ്റെ തിരകൾ അലതല്ലുന്നു. എന്നാൽ അതെല്ലാം കേട്ട് കണ്ണീർ വാർക്കുകയും സീനത്ത്, അതെ, താൻ ഒരിക്കൽ ഉപേക്ഷിച്ച ഹിജാബ്, അയ്യേ എനിക്ക് വേണ്ട കറുത്ത വസ്ത്രം, എന്തിനാണ്, കാണുമ്പോൾ തന്നെ പേടിയാകും, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആ ഒരു വസ്ത്രം ഇപ്പോഴതാ എനിക്ക് സുരക്ഷിത വസ്ത്രമായി മാറിയിരിക്കുകയാണ്. അതെ, അദ്ദേഹവും പറയുന്നത് സുരക്ഷിതമായ രീതിയിൽ അവളെ ഞാൻ കൊണ്ടുപോകും, അതെ, അവളെ ഞാൻ ഹിജാബ് മാത്രം അണിയിച്ച് നടത്തും എന്നൊക്കെയാണ്. എന്നാൽ അതെല്ലാം കേട്ട് അവൾ മനസ്സിൻ്റെ ഉള്ളിൽ നിർവൃതി പൂണ്ടു. പഠിച്ചോനെ, അല്ലാ റബ്ബേ, യാതൊരു തട്ടുമുട്ടില്ലാതെ റഹ്മാനെ എല്ലാം നീ റാഹത്തിലാക്കി തരണേ അല്ലാ. അവൾ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. അല്ലാഹുവേ, എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുക്കാനുള്ള മനസ്സ് ഷമീറിന് തോന്നണേ അല്ലാ. അതെ, നിക്കാഹാണ്. ഇനി നിക്കാഹിനുള്ള ഒരുക്കങ്ങളാണ് തുടങ്ങുന്നത്. ആസിഫ് പറഞ്ഞു, എന്നാൽ ഞാൻ ഇറങ്ങട്ടെട്ടോ, ഞാനിതൊന്ന് അത്യാവശ്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ആണ് വന്നത്. വൈകാതെ തന്നെ നമുക്ക് ഷെഫി ഉസ്താദിന് പോകാൻ വെറും 4 ദിവസമൊക്കെ ബാക്കിയുള്ളൂ. അതിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ വേണമെന്നാണ് പറയുന്നത് ഇൻഷാ അല്ലാഹ്. അല്ല, പെരുന്നാൾ ഇനിയിപ്പോൾ നോമ്പിന് വേണോ അതോ പെരുന്നാൾ നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ ഒന്നും കൂടെ കുറച്ചുകൂടി ലീവ് കിട്ടുകയാണെങ്കിൽ അവിടെ നോമ്പിന് അവിടെ എത്തണം എന്നായിരുന്നു വിളിച്ചത്. കാരണം നല്ല പ്രതിഫലമാണ് ഇത്രേ
അവിടെ പള്ളിയിലൊക്കെ ഇമാമത്ത് നിൽക്കുമ്പോഴൊക്കെ ഷെഫി ഉസ്താദ് അതിന് യോഗ്യനുമാണ്. അങ്ങനെ വിളിച്ചതാണ്. പക്ഷേ സീരത്തിൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഒന്നിപ്പോൾ കുറച്ച് നീട്ടിയതാണ്. അതുകൊണ്ടാണ്. പിന്നെ ഗർഭിണിയായ പെണ്ണല്ലേ, ഇവിടുത്തെ സുഖവും സൗകര്യങ്ങളൊന്നും അത് ബുദ്ധിമുട്ടായിരിക്കില്ല. അവിടുത്തെ സുഖവും സൗകര്യങ്ങളൊന്നും ഇവിടെ കിട്ടൂരല്ലോ അവൾക്ക്. അതൊക്കെ കൊണ്ട് തന്നെ എന്തൊക്കെ തന്നെയാലും പഠിച്ചവനെ പെട്ടെന്ന് യാതൊരു കുഴപ്പം ബുദ്ധിമുട്ടില്ലാതെ നമുക്കങ്ങോട്ട് നടത്താം കേട്ടോ. ആ പിതാവ് ഒരു നിമിഷം അതാ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഈ സമയം തന്നെ ആസിഫ് നേരെ ഷെഫി ഉസ്താദിനും വിളിക്കുന്നു. ഹലോ, ആ ഷെഫി എവിടെ മോനെ? ഞാൻ ഭക്ഷണം കഴിച്ച് ഒന്നും കിട്ട്. ആയിക്കോട്ടെ, ഞാൻ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല എൻ്റെ പൊന്നെ. അല്ല സാറേ എന്ന് ഞാൻ തിരിച്ചാണ് വിളിക്കുക, എന്നെ വിളിക്കരുത്. നിങ്ങളെന്നും എൻ്റെ സാറ് തന്നെയല്ലേ മോനെ. സത്യം പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പെട്ടെന്ന് നിക്കാഹ് നടത്തണം, നിൻ്റെ ആഗ്രഹം പോലെ തന്നെ. എന്നാൽ അത് കേട്ടപ്പോൾ ഷെഫി ഉസ്താദ് നെഞ്ചത്ത് കൈവച്ച് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അത് സാറേ എപ്പോഴാണ്, എങ്ങനെയാണ് ഡേറ്റൊക്കെ? അതെ, നോമ്പിന് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അവിടുത്തെ ഉപ്പ പറഞ്ഞു ഒരു 8 ദിവസമല്ലേ ബാക്കിയുള്ളത്, പെരുന്നാളുണ്ട് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് തന്നെ ഇൻഷാ അല്ലാ നമുക്കങ്ങ് റെഡിയാക്കാം എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ തന്നെയാലും ആസിഫ് അതാ നമ്മുടെ ഷെഫി ഉസ്താദിനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹത്തിനും സന്തോഷമായി. ഒരിക്കൽ കൂടി ഷമീറിനെ ഒന്ന് വിളിക്കട്ടെ, ഡേറ്റ് ഫിക്സ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചു നോക്കട്ടെ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.